സർക്കാർ നയങ്ങളിൽ വിമർശനവുമായി സിപിഐ പ്രവർത്തന റിപ്പോർട്ട്. മദ്യനയത്തിൽ നിലവിലെ നിലപാട് തെറ്റ്. വിദേശ മദ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് കൊണ്ട് കള്ളുചെത്ത് വ്യവസായം പ്രതിസന്ധിയിലാണ്. അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് അവഗണനയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പ്രവർത്തന റിപ്പോർട്ടിന്റെ പകർപ്പ് മീഡിയ വണ്ണ് ലഭിച്ചു. പേരുകളുമായി സൈഫുദ്ദീൻ ചേരുന്നുണ്ട്. സൈഫ്, എന്തൊക്കെ കാര്യങ്ങളിലാണ് സിപിഐക്ക് എതിർപ്പ്? വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെട്ട വിവിധ തരത്തിലുള്ള വിമർശനങ്ങൾ പ്രവർത്തന റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ധന്യ, അതിലേറ്റവും പ്രധാനപ്പെട്ടത് സാധാരണക്കാരായ ആൾക്കാരുമായി ചേർന്ന് നിൽക്കുന്ന ഇടപെടലുകൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇടതുമുന്നണിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്നുള്ളതാണ്. എല്ലാ കാലത്തും ഇടതുമുന്നണിക്കൊപ്പം നിന്നിട്ടുള്ളത് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരാണ്. അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് അവരുടെ പ്രശ്നങ്ങളിൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഇടപെടലുകൾ നടത്തണം എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശമായി പ്രവർത്തന റിപ്പോർട്ടിൽ കാണാൻ കഴിയുന്നത്. കള്ളുചെത്ത് വ്യവസായത്തെ സംസ്ഥാന സർക്കാർ പൂർണ്ണമായി അവഗണിക്കുന്നു എന്നുള്ള കുറ്റപ്പെടുത്തൽ റിപ്പോർട്ടിൽ കാണാൻ കഴിയുന്നുണ്ട്. വിദേശ മദ്യ വിതരണത്തെയാണ് സംസ്ഥാന സർക്കാർ കൂടുതലായി പ്രോത്സാഹിപ്പിക്കുന്നത്. അത് ശരിയായ രീതിയല്ല എന്ന് ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ താല്പര്യത്തിനനുസരിച്ചുള്ള ഇടപെടലുകൾ വേണം. സംസ്ഥാന സർക്കാരിൻ്റെ മുൻഗണനാക്രമത്തിൽ മാറ്റം വരുത്തണം. ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഊന്നൽ നൽകണം. വൻകിട പദ്ധതികൾക്ക് അപ്പുറത്തേക്ക് കടന്ന് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുക, അതുപോലെ തന്നെ സാധാരണക്കാർക്ക് ബാധിക്കുന്ന സപ്ലൈകോ അടക്കമുള്ള സംവിധാനങ്ങളിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക തുടങ്ങിയ കാര്യങ്ങളിൽ കൂടുതൽ ഊന്നൽ നൽകണം എന്നുള്ള നിർദ്ദേശം നൽകുന്നുണ്ട് ഈ പ്രവർത്തന റിപ്പോർട്ട്. അതിനൊപ്പം റവന്യൂ വകുപ്പിന് വലിയ രീതിയിലുള്ള പ്രശംസ ഈ റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. റവന്യൂ വകുപ്പ് നടത്തിവരുന്നത് ശ്രദ്ധേയമായ പ്രകടനമാണ്. 2.25 ലക്ഷത്തോളം പട്ടയം ഇതിനോടകം തന്നെ നൽകി കഴിഞ്ഞിട്ടുണ്ട്. കൂടുതൽ പട്ടയം നൽകാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. തൃശ്ശൂരിലെ BJPയുടെ വിജയം അതീവ ഗൗരവമായി തന്നെ കാണേണ്ടതാണ്. അതിനെ അതീവ ഗൗരവ സ്വഭാവത്തിൽ കാണണം എന്ന് ആ റിപ്പോർട്ട് കൃത്യമായി തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയാണ് ഇനി നടക്കാനുള്ളത്. ഇന്നിപ്പോൾ ഗ്രൂപ്പ് ചർച്ച വൈകിട്ട് മുഖ്യമന്ത്രി ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രി മതനിരപേക്ഷതയും ഫെഡറലിസവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു സെമിനാറിൽ പങ്കെടുക്കുന്നുണ്ട്. അതിനുശേഷം രാത്രി ഗ്രൂപ്പ് ചർച്ച നടക്കും. നാളെയും മറ്റന്നാളുമായിട്ടാണ് ഈ റിപ്പോർട്ടിന്മേലുള്ള പൊതുചർച്ച നടക്കുന്നത്. പൊതുചർച്ചയിൽ സ്വാഭാവികമായിട്ടും സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ, മന്ത്രിമാരുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, സർക്കാരിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇടതുമുന്നണിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, CPMന് CPIയോടുള്ള സമീപനം അടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയിൽ ഉയർന്നു വരും എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന ചർച്ചയ്ക്ക് അപ്പുറത്തേക്ക് ഇതിൽ എത്ര പെട്ടെന്ന് ഒരു പരിഹാരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമെന്നുള്ളതാണ്. പ്രത്യേകിച്ച് തൊഴിലാളി പ്രശ്നമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. അപ്പം എങ്ങനെ പരിഹരിക്കാമെന്നതായിരിക്കും ഇടതുമുന്നണി ഒന്നായി ആലോചിക്കുന്നത്. അതെ ധന്യ, അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കുന്ന പശ്ചാത്തലത്തിൽ CPIയുടെ സംസ്ഥാന സമ്മേളനം നടക്കുന്നു. ഇടതുമുന്നണിയിലെ രണ്ടാമത്തെ ഘടകകക്ഷിയാണ്. അവരുടെ സംസ്ഥാന സമ്മേളനത്തിൽ ഉയർന്നു വരുന്ന വികാരം അത് CPMന് പൂർണ്ണമായി അവഗണിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളുണ്ടെങ്കിൽ തിരുത്തൽ വേണം എന്ന ആവശ്യം CPM മുന്നോട്ട് വെച്ചാൽ CPMന് പൂർണ്ണമായും അവഗണിച്ച് കളയാൻ കഴിയില്ല. അതുപോലെ തന്നെ മുൻഗണനാക്രമത്തിൽ മാറ്റം വരണം എന്ന് CPI ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ CPMന് പൂർണ്ണതോതിൽ അതിനെ അവഗണിച്ച് കളയാൻ കഴിയില്ല. അതുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടക്കുന്ന സംസ്ഥാന സമ്മേളനമായതുകൊണ്ട് CPIയുടെ അഭിപ്രായങ്ങൾക്കൊരു വില അവിടെ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. ആ തിരുത്തലുകൾ എത്രത്തോളം മുന്നോട്ട് പോകും എന്നുള്ളത് നമ്മൾ വരുന്ന നാളുകളിൽ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് തന്നെയാണ്. ശരി.